മുനമ്പം സമരം തകർക്കാനുള്ള നീക്കങ്ങളുമായി CPM സമരസമിതിയിൽ ചേരിതിരിവുണ്ടാക്കിയും കള്ളപ്രചാരണങ്ങളുടെയും റിലേ നിരാഹാര സമരം നിർത്തിവയ്പ്പിക്കാനാണ് ശ്രമം. KN ഉണ്ണികൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലാണ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും സമരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും CPMന് കഴിയില്ലെന്നും സമരസമിതി നേതാവ് CG ജിൻസൺ വ്യക്തമാക്കി. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നമുക്കറിയാം ഈ മുനമ്പം സമരത്തെ തകർക്കാനായി പ്രത്യേകിച്ച് ഇടത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ സമരസമിതിയും അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെല്ലാം സംഘടിച്ച് അവരുടെ കിടപ്പാടൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അവർക്ക് മറ്റൊരു മാർഗങ്ങളുമില്ല. അവർ കൃത്യമായി നിരാഹാരം കടന്നും എന്തിന് ക്രിസ്മസ് ദിനത്തിൽ പോലും അവർ പട്ടിണി സമരം ആചരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ CPMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? അതെ ദേവിക, ഈ മുനമ്പത്തെ തീരദേശ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന റിലേ നിരാഹാര സമരം നിലവിൽ 79ാം ദിവസം പിന്നിടുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ CPM ഒരു നിലപാടില്ലായ്മയാണ് ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചത്. അതായത് മുനമ്പത്തെ ഭൂമി വഖഫ് ആണെങ്കിലും അല്ലെങ്കിലും എന്നുള്ള ഒരു നിലപാടില്ലായ്മ മന്ത്രി P രാജീവ് അടക്കം പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു ആർജവം CPMന്റെ നേതാക്കൾ ആരും തന്നെ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മതപ്രീണനം തന്നെയാണ്. ഇക്കാര്യം തന്നെയാണ് സമരസമിതി നേതാക്കളും പ്രതികരിച്ചിട്ടുള്ളത്. CG ജിൻസൺ അടക്കമുള്ള സമരസമിതി നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുനമ്പത്തെ ഈ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം CPM നടത്തുകയും പക്ഷെ അതിൽ തീരദേശ ജനത പങ്കെടുക്കാതിരിക്കുകയും ഉണ്ടായ ഒരു സാഹചര്യം വന്നത്. മാത്രവുമല്ല, നേരത്തെ UDFന്റെ നേതാക്കൾ, അതായത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീഷിനടക്കം ക്രിസ്മസ് ദിനത്തിൽ മുനമ്പം സന്ദർശിച്ചിരുന്നു. പക്ഷെ അതിനോടും ഒരു വിമുഖതയാണ് തീരദേശ ജനത കാണിച്ചത്. കാരണം ഇടത് വലത് മുന്നണികൾ യാതൊരു തരത്തിലും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുനമ്പത്തെ സമരസമിതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഒരു മതപ്രീണനം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവയൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേവലം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം നേതാക്കൾ സമരപന്തലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. എന്തായാലും നിലവിൽ വൈപ്പിൻ MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ അടക്കം ഈ സമരം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ഈ സമര സമിതിയുടെ ഇടയിൽ ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമങ്ങളും CPM പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ കഴിഞ്ഞ ദിവസത്തെ CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് എന്നും ഈ സമരസമിതി ഈ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സമരം മുന്നോട്ട് പോവുക തന്നെയാണ്. 79ാം ദിവസം പിന്നിടുന്നുണ്ട്. ജനുവരി 4-നാണ് മുനമ്പം സന്ദർശിക്കുന്നത്, ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പം സന്ദർശിക്കുന്നത്. അന്നേ ദിവസം തന്നെ മുനമ്പത്തെ തീരദേശ ജനത തങ്ങളുടെ ആവലാതികൾ, ആശങ്കകളൊക്കെ തന്നെ കമ്മീഷന് മുന്നിൽ മുന്നോട്ട് വയ്ക്കും. നേരത്തെ തന്നെ CPM പറഞ്ഞിട്ടുള്ളത് ഈ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ അത് വർഗീയ സംഘടനകളാണ് എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ്. അത് അത്തരത്തിൽ മുദ്രകുത്തപ്പെടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സമരം എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം CPMന് ഉണ്ട്. ഇത് തന്നെയാണ് സമരസമിതി നേതാക്കളും പറയുന്നത്. എന്തായാലും സമരം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ CPM നേതാക്കൾ കാണിക്കുന്ന ഈ ഭിന്നിപ്പിന്റെ ശ്രമം അത് സമരസമിതി പുറത്തു കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ UDF നടത്തുന്ന നാടകം, പ്രത്യേകിച്ച് VD സതീഷിനടക്കം സമരപന്തലിൽ എത്തിക്കൊണ്ട് കേവലം പ്രസംഗിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകുന്ന ആ നാടകത്തെയും അവർ തള്ളിപ്പറയുന്നുണ്ട്. എന്തായാലും സമരം മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ ഈ രേഖകൾ നേരത്തെ തന്നെ ജുഡീഷ്യൽ കമ്മീഷനായിട്ടുള്ള ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന് മുന്നിൽ മുനമ്പത്തെ സമരസമിതി അതോടൊപ്പം തന്നെ പ്രദേശവാസികളും സമർപ്പിച്ചിരുന്നു. ആ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തീർപ്പിലേക്കായിരിക്കും അല്ലെങ്കിൽ റിപ്പോർട്ടിലേക്കായിരിക്കും ജുഡീഷ്യൽ കമ്മീഷൻ പോവുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ജനുവരി 4-നുള്ള സന്ദർശനം തന്നെയാണ്. അന്നേ ദിവസം ഈ പറയുന്ന വേളാങ്കണ്ണി പള്ളിയുടെ ആ ഒരു പള്ളിയുടെ അങ്കണത്തിൽ തന്നെയായിരിക്കും, അവിടുത്തെ പാരിഷ് ഹാളിലായിരിക്കും ഈ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ആളുകളെ കാണുക. അതോടൊപ്പം തന്നെ വിവിധ താമസയിടങ്ങൾ, ഈ നേരത്തെ ഒരു റിസോർട്ട് മാഫിയാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ള ഒരു ആക്ഷേപം കെട്ടിച്ചമച്ചുകൊണ്ട് പലരും പല ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇടത്തെയും താമസക്കാർ അതാതിടങ്ങളിൽ കൂടിക്കൊണ്ട് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ തങ്ങളുടെ ആവലാതികൾ പങ്കുവയ്ക്കുമെന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനത്തെ അടക്കം വളരെ പ്രതീക്ഷാപരമായിട്ട് തന്നെയാണ് മുനമ്പത്തെ സമരസമിതി അതോടൊപ്പം തന്നെ തീരദേശ ജനതയും കാണുന്നത്. ഈ റിലേ നിരാഹാരം സമരം അത് ശക്തമായിട്ട് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ അതിനെ ഭിന്നിപ്പുമായിട്ട് അതിനിടയിൽ വരുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് രംഗത്ത് വരുമെന്നും സമരസമിതി ഈ ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. ദേവിക.
ശരി, അത് തന്നെയാണ്. നമുക്കറിയാം വിനോദ്, അവർ കിടപ്പാടത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അവർ റിസോർട്ട് മാഫിയെന്നും ഭൂമാഫിയെന്നും എല്ലാം പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ പോലും അവർ ഇത്രത്തോളം ധീരതയോടെ ഇത്രയും ദിവസങ്ങൾ നിരാഹാരം തുടരുകയാണ്. അതെ, ക്രിസ്മസ് ദിനത്തിൽ പോലും പട്ടിണി കിടന്നുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ അത് തകർക്കാനായി CPMന്റെ ശ്രമം വളരെയധികം രൂക്ഷമായി തുടരുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. രേഷ്മ ബാബുവാണ് അവിടെ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.